നമസ്കാരം. കർത്താവിന് സ്തുതി പാടിയത് സാത്താനാണോ? അമൽ നീരദിന്റെ ബോഗൻവില്ല പ്രഖ്യാപിച്ചത് മുതൽ എന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ബോഗൻവില്ല എന്ന ടൈറ്റിലിൽ പോലും പലതും ഒളിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ബോഗൻവില്ല എന്ന പേരിലെ 6 എന്ന എഴുത്തും ചുവപ്പ് തീമിൽ എത്തിയ പോസ്റ്ററുകൾ ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമയിലെ ആദ്യ ഗാനം പുറത്തെത്തുന്നത്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈറലാവുകയായിരുന്നു. 2 മില്യണിലേറെ വ്യൂസ് ആണ് ഗാനത്തിന് യൂട്യൂബിൽ കിട്ടിയിരുന്നത്. യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ 3ാമതായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനും സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമുമാണ് ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൽ ജ്യോതിർമയി ധരിച്ചിരിക്കുന്ന വേഷവും ബ്ലാക്ക് തീമും വിവാദമായിരിക്കുകയാണ്. ഇത്രയും കാലം ജ്യോതിർമയി എവിടെയായിരുന്നു? ഈ ആറ്റിറ്റ്യൂഡും ഡാൻസും മേക്കിങ്ങും എല്ലാം പൊളി എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം കർത്താവിന് സ്തുതി പാടുന്നത് സാത്താനാണോ എന്നാണ് ചോദിക്കുന്നത്. സാത്താന്റെ കൊമ്പുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രമാണ് ജ്യോതിർമയി അണിഞ്ഞിരിക്കുന്നത്. ഒരു സാധാ സ്തുതിഗീതമല്ല ഈ ഗാനം എന്നതും ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഗാനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സീറോ മലബാർ സഭ അൽമായ ഫോറം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുന്നു എന്നാണ് ആരോപണം. ഗാനം സെൻസർ ചെയ്യണമെന്നും വേണ്ടിവന്നാൽ സിനിമ തന്നെ സെൻസർ ചെയ്യണമെന്നുമാണ് ആവശ്യം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് മെയിൽ അയച്ചാണ് സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പരാതി നൽകിയിട്ടുള്ളത്. ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഗാനങ്ങൾ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് തടയണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സുഷിൻ ശ്യാമും മേരി ആൻ അലക്സാണ്ടറും ചേർന്ന് ആലപിച്ച ഗാനത്തിന് വിനായക് ശശികുമാറാണ് വരികൾ ഒരുക്കിയിട്ടുള്ളത്. സുഷിൻ തന്നെയാണ് ഗാനത്തിന് സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അമൽ നീരദ് ഒരുക്കുന്ന സിനിമയാണ് ബോഗൻവില്ല. തികഞ്ഞ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. യോവിന്റെ പുസ്തകം, വരത്തൻ എന്നീ സിനിമകൾക്ക് ശേഷം ഫഹദും അമൽ നീരദും ഒന്നിക്കുന്ന ചിത്രമാണ് ബോഗൻവില്ല. ഇതാദ്യമായാണ് കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ഒന്നിക്കുന്നത്. ജ്യോതിർമയും ഷറഫുദ്ദീനുമാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം. ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ, സൃന്ദ എന്നീ താരങ്ങളും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടിയ ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. ഒക്ടോബർ 17-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സാഗ്, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.